എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവവചനത്തിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം ഇപ്രകാരം പറയുന്നു: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. നമുക്കൊക്കെ വളരെ പരിചയമായിട്ടുള്ള വേദഭാഗവുമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇപ്രകാരം ഞാൻ വായിച്ചത്: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. യു ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? നമുക്കൊക്കെ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും ഒക്കെ കാരണമൊക്കെ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഞാനൊരു മിസ്റ്റേക്കാണോ, എൻ്റെ ജീവിതം ഒരു മിസ്റ്റേക്കാണോ, ഒരു അന്തമില്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ ഓടുന്ന, ട്രാക്ക് എങ്ങോട്ടാണെന്ന് അറിയാതെ ഒരു തീവണ്ടി പോലെ ഇങ്ങനെ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടി പോലെയാണോ നമ്മുടെ ജീവിതം? ഒരിക്കലുമല്ല. വചനം ഇപ്രകാരം പറയുന്നു: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ അങ്ങനെ വെറുതെ, നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതം ഒരു മിസ്റ്റേക്കോ ഒരു ആക്സിഡൻറ്റോ ഒന്നുമല്ല. വചനം പറയുന്നത് ദൈവത്തിൻ്റെ ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാൻ. ദൈവം വേണമെന്ന് വെച്ച് ഒരു പർപ്പസോടുകൂടി, ജ്ഞാനം പകർന്ന്, സ്നേഹത്തോടുകൂടി ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വിലപ്പെട്ട ഒരു സൃഷ്ടിയാണ് ഞാൻ. ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കരുത്, ഞാനൊരു ആക്സിഡൻ്റ്, ഞാനൊരു മിസ്റ്റേക്കാണോ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. അയ്യോ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നത്, അങ്ങനെ വരാൻ പാടില്ലായിരുന്നല്ലോ, അതൊരു ചതിയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ ദാവീദ് തുടർന്ന് വീണ്ടും എഴുതുന്നുണ്ട്: നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇവിടെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വാക്യം ഇരിക്കുന്നത്. ദാവീദിനോട് വേറെ ആരെങ്കിലും വന്ന് പറയുന്നതല്ല: ദാവീദേ, നിന്നെ ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നീ ഇന്നതാണ് എന്ന് ദാവീദിനോട് വേറെ ആരും പറയുന്നതല്ല. ദാവീദ് സ്വയം പറയുകയാണ്: എന്നെ നീ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടുന്ന് മനസ്സിലാകുന്നത്? ദാവീദ് ഒരിക്കലും തന്നെ താഴ്ത്തി പറയുകയല്ല, തന്നെ ഉയർത്തി പറയുകയാണ്. ഞാനെന്ന സൃഷ്ടിയെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്താണോ കാണുന്നത്, എൻ്റെ ചുറ്റും എന്താണോ സംഭവിക്കുന്നത്, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താണോ അറിയുന്നത് അതാണ് ഞാൻ പറയുന്നത്. കാരണം ദാവീദ് പറയുകയാണ്: നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എൻ്റെ ചുറ്റും നടക്കുന്നത് അത്ര അതിശയകരമായ, അത്ര ഭംഗിയുള്ള, അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ സ്രഷ്ടാവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഫിയർഫുള്ളിയാണ്, വണ്ടർഫുള്ളിയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, എൻ്റെ ചുറ്റും ഞാൻ കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും, എൻ്റെ അധരം പ്രസ്താവിക്കുന്നത് എൻ്റെ ഉള്ളം അറിയുന്നത് മാത്രമായിരിക്കും, ഞാൻ കാണുന്നതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നിങ്ങളുടെ എത്ര പേരുടെ ഉള്ളത്തിന് നല്ലവണ്ണം അറിയാം ഞാനൊരു ആക്സിഡൻ്റ് അല്ലെന്ന്, ഞാനൊരു മിസ്റ്റേക്ക് അല്ലെന്ന്, ദൈവത്തിന് പറ്റിയൊരു കയ്യബദ്ധമല്ല ഞാനെന്ന്, പർപ്പസോടുകൂടെ കൃത്യമായ പർപ്പസ് ഇട്ടുകൊണ്ട്, കൃത്യമായ ജ്ഞാനം നൽകിക്കൊണ്ട്, വളരെയധികം സെൽഫ്ലെസ് ആയിട്ട്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമിട്ട് തന്ന് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സൃഷ്ടിയാണ് ഞാനും നീയും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ജീവിതം ട്രാക്കില്ലാതെ, ഒരു എവിടെയാണെന്ന് അറിയാതെ, ലക്ഷ്യബോധമില്ലാതെ ഓടുന്നൊരു തീവണ്ടി അല്ല ഞാനും നിങ്ങളും, ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഉദ്ദേശ്യം നല്ല വൃത്തിയായിട്ടറിയാം. നമ്മൾ പോകുന്ന വഴി കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക, വാടിപ്പോകാതെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ നോക്കി തന്നെ പറയും: എത്ര അതിശയകരമായി ദൈവം എന്നെ നടത്തി, എത്ര മനോഹരമായിട്ട് ദൈവം എന്നെ നടത്തി. ഞാൻ കരുതിയത്
ഞാൻ വേണ്ടാത്തവളാണെന്നാണ്, ഞാൻ വേണ്ടാത്തവനാണെന്നാണ്, ദൈവത്തിന് പറ്റിയ ഒരു അബദ്ധമാണ് ഞാനെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നിത് പറയുന്ന നിങ്ങൾ നാളെ തിരിഞ്ഞു നോക്കിയിട്ട് ഇതേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയും, എത്ര മനോഹരമായിട്ട് ദൈവം എന്നെ നടത്തി, എത്ര അതിശയകരമായിട്ട് ദൈവം എന്നെ നടത്തി. പക്ഷേ ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ദാവീദ് കാട്ടിലായിരുന്നപ്പോഴും ദൈവത്തെ സ്തുതിച്ചു. കൊട്ടാരത്തിലെത്തുന്നത് വരെ ദാവീദ് ഒരിക്കലും കാത്തു നിന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ ഇത്രയും മനോഹരമായി മാറുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉയർച്ചയിലെത്തുന്നത് വരെ കാത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ചൊരു വ്യക്തി ആയിരുന്നില്ല ദാവീദ്. ദാവീദ് പല കാര്യങ്ങൾ എഴുതുമ്പോഴും, ദാവീദ് കുപ്പയിലായിരിക്കുമ്പോഴും സ്തുതിച്ചവനായിരുന്നു ദാവീദ്. കുപ്പയിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള മാറ്റം ദാവീദിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ മാറ്റിയിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും ദാവീദിന് ദൈവത്തോടുള്ള സ്നേഹമോ കമ്മിറ്റ്മെന്റോ ദൈവം തന്നെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയോ മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട്, നാളെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് നല്ലത് കാണുമ്പോൾ നല്ലതാണ് എന്ന് പറയാനല്ല, ഇന്നു മുതലേ നിങ്ങൾ പറഞ്ഞാട്ടെ, എൻ്റെ ചുറ്റും കാണുന്നതല്ല, എൻ്റെ ഉള്ളം അറിയുന്നതാണ് സത്യം. എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനോഹരമായിട്ടാണ്, അതിശയകരമായിട്ടാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.